കുമ്പളങ്ങ കൂട്ട് ഇന്നത്തെ കറിയാണേ. നമ്മളെ ഏത് രാജ്യത്ത് പോയാലും ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചാലും എന്തൊക്കെ മസാലകളിട്ട ഭക്ഷണങ്ങൾ കഴിച്ചാലും നമ്മൾ ഇടയ്ക്ക് വിചാരിക്കില്ലേ, അയ്യോ വീട്ടിലെത്തിയിട്ട് ഇന്ന് കറി കൂട്ടി ഒരു ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെയുള്ള കറികളിലൊന്നാണ് ഇത്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇവിടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300-350 ഗ്രാമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കഷ്ണങ്ങള് അധികം ചെറുതുമല്ല അധികം വലുതും അല്ലാത്ത പാകത്തിന് ഒരു മോഡറേറ്റ് വലുപ്പത്തിൽ മുറിച്ചെടുക്കാം നമുക്ക്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ലത്. ഇതില്ലെങ്കിൽ മാത്രം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ കുമ്പളങ്ങ കഷ്ണങ്ങൾ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. കറി കുക്ക് ചെയ്യുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടിയും കായവും ചേർത്ത് ഇങ്ങനെയൊന്നും വഴറ്റിയെടുക്കുന്നത് കൊണ്ട് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും കേട്ടോ. നന്നായിട്ട് ഏകദേശം 1 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇത് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ നിറം കഷ്ണങ്ങളിൽ പിടിക്കുകയും വേണം, കായത്തിന്റെ മണം ഒന്ന് പൊലിഞ്ഞു വരികയും വേണം ആ എണ്ണയിൽ കിടന്നിട്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3-4 എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. കടലപ്പരിപ്പ് 1/2 കപ്പ് നല്ലോണം ക്ലീൻ ചെയ്ത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇത്. 1/2 കപ്പ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചക്കറിയുടെ ലെവലിന് ഒന്ന് താഴെ നിൽക്കുന്ന വിധത്തില്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചക്കറി കുമ്പളമാണ്, നല്ലോണം വെള്ളമുള്ള വെജിറ്റബിൾ ആണ്. മാത്രമല്ല അത് എത്ര വെള്ളം പുറത്തേക്ക് വിടുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി പ്രഷർ കുക്കർ അടച്ച് ഒരേ ഒരു വിസിൽ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയരപ്പും തയ്യാറാക്കാം. തേങ്ങയരപ്പിലേക്ക് നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകവുമാണ്. അതൊരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ. ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കണ്ട, കാരണം നമ്മളെ കറിയിൽ വെള്ളം ഓൾറെഡി ഉണ്ടാവും. ഇതാ നമ്മുടെ പരിപ്പും കുമ്പളവും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ കറിയിലുള്ള വെള്ളത്തിന്റെ അളവ്. ഇനി തേങ്ങ ചേർക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മൾ അരച്ച തേങ്ങയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തിലും കുറച്ചധികം തേങ്ങ അത്രയും ചേർത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളയ്ക്കണം കേട്ടോ കറി. ഈ പരിപ്പ് കണ്ടില്ലേ വെന്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫോം പോയിട്ടില്ല. ഈ പാകത്തിന് വേണം പരിപ്പ് നിൽക്കാൻ. ഇനി അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാതിരുന്നത്. ഇരുന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് കട്ടി വരും. അടുപ്പത്തൊന്ന് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ഒരു ചെറിയ പിടി മല്ലിയിലയും കൂടെ ചേർക്കാം. മല്ലിയില തീരെ ഇഷ്ടമല്ലാത്തവർ മാത്രം ഇത് ഒഴിവാക്കിയാൽ മതി. ഈ കറിക്ക് ഈ മല്ലിയില ഇങ്ങനെ ചേർക്കുന്നത് ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്കുള്ള താളിപ്പ് പ്രധാനമാണ്. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതില്ലെങ്കിൽ മാത്രം വേറെ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ തന്നെ ഉഴുന്ന് പരിപ്പ് മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചതച്ച മുളക് 1/2 ടീസ്പൂൺ, ചതച്ച ജീരകം 1/2 ടീസ്പൂൺ, 2 തണ്ട് കറിവേപ്പില, 2 മുളക്, വറ്റൽമുളക് പൊട്ടിക്കാതെ തന്നെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് ഒരു 5-6 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇത് നേരെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു വെക്കണമെങ്കിൽ അടച്ചു വെക്കാം, പക്ഷെ ഞാൻ നേരെ മിക്സ് ചെയ്യാണ് ചെയ്യാറ്. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. കുമ്പളങ്ങ കൂട്ട്. ഇത് തമിഴ്നാട്ടിലും തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജില്ലകളിലും ഒക്കെയാണ് ഇത് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ചോറിന്റെ കൂടെ ഈ കറി മാത്രം മതി എനിക്ക്. പക്ഷെ ഒരു ചെറിയൊരു പപ്പടവും ഒരു മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടെങ്കിൽ കുശാലായി. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.
എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റിലിടൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.